ഹായ് ഗായ്സ്, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. ഇന്ന് ഞാൻ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു വറുത്തരച്ച സ്റ്റൈലൊരു കറി, മസാലയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. കുറച്ച് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 250 ഗ്രാമൊക്കെ കാണുള്ളൂ. ഇത് ഞാൻ വാങ്ങിയ ഒരു ഫുൾ ചിക്കൻ്റെ ഒരു ബോൺ പാർട്ടുകൾ മാത്രം എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്. ആ ചിക്കനും പിന്നെ ഇതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്, ഒരു തക്കാളി, പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഹാൻഡ്ഫുള്ള് ഒരു പിടി ചെറിയുള്ളി മാത്രമേ അത് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണാം. പിന്നെ ഇതിനകത്തേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് നമ്മുടെ നോർമൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെ, പക്ഷേ അതൊന്ന് വറുത്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് വന്നിട്ട് കാണാം. ഈ ചിക്കൻ കറി നമ്മൾ മസാലകൾ ഓൾമോസ്റ്റ് വറുത്തിട്ടാണ് ചെയ്യണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ള മസാലകൾ നമുക്കെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ. ഞാനൊരു 3 സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു വറുത്തരച്ച കറീൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു ഫുൾ ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാനിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കിതൊന്ന് പതുക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിത് പെട്ടെന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റവ് കത്തിക്കുകയാണ്. തീ വളരെ ചെറുതായിട്ട് വെക്കാം കേട്ടോ, വളരെ സിമ്മിലിടാം. എന്നിട്ട് ഇതിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിടാം. പ്രത്യേകിച്ച് ആ മല്ലിപ്പൊടിൻ്റെ കളർ ഒന്ന് മാറി വരണം. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വരണം കേട്ടത്. അപ്പോഴേ കറിക്കും ഒരു കളർ ഉണ്ടാവുള്ളൂ. ടേസ്റ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു നാടൻ വറുത്തരച്ച കറി ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറിലേക്ക് ഇതൊന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കൂട്ടി വയ്ക്കരുത്, നല്ല കുറച്ച് ചെയ്യണം. എന്നാലേ ഇത് ഈവനായിട്ട് റോസ്റ്റായി വരുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റും അതിനനുസരിച്ചിട്ട് മാറും. ബിക്കോസ് ഇതാണല്ലോ ആ ഒരു കറിയുടെ ബേസ് ഫ്ലേവറായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതൊന്ന് പതുക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ മസാല ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നാടനായതുകൊണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. പിന്നെ ഉള്ളി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് വാടാനുള്ള വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, 2 കഷ്ണങ്ങളാക്കിയിട്ടുള്ളൂ കേട്ടോ, കുറേ അരിഞ്ഞിട്ടില്ല. അപ്പോൾ അതും ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും ആഡ് ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മളെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതാണ് കേട്ടോ, കഴുകിയെടുത്തതാണ്. നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒരല്പം വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കാരണം ഉരുളക്കിഴങ്ങ് ഇത്ര ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത് വേവത്തില്ല ഉരുളക്കിഴങ്ങ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെന്തിട്ട് നമുക്ക് കാണാം. ഇതാ നമ്മുടെ ചിക്കൻ കറി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഒരു കാൽ ടീസ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ഗരം മസാലയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോക്കനട്ട് മിൽക്ക് എന്ന്. ഞാൻ കോക്കനട്ട് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും കോക്കനട്ട് മിൽക്കായാലും ഉപയോഗിക്കാം, പക്ഷേ തിക്കായിട്ടുള്ളൊരു വേർഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഞാനിപ്പോൾ തിക്കായിട്ടുള്ള ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതൊരു 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നല്ല രുചിയായിട്ടുള്ളൊരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ അത്. സിമ്പിളാണ്, നമുക്ക് അധികം തലവേദനകളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഇതാ മക്കളെ, നോക്കൂ മക്കളെ, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നേരത്തെ. നല്ല നാടൻ വറുത്തരച്ച കറിയുടെ ടേസ്റ്റില്ലേ, ആ സാധനം തന്നെ. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങാണ് ടേസ്റ്റ് ചെയ്യുന്നത്. പെർഫെക്റ്റാണ്. ആ ഒരു നാടൻ, ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ കുട്ടനാടൻ താറാവ് കറിയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു ഫ്ലേവറിലേക്ക് ഇത് വരും കേട്ടോ. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ വീട്ടിലിപ്പോൾ വറുത്തരച്ചൊക്കെ ഉണ്ടാക്കുന്ന കറീൻ്റെയൊക്കെ സെയിം ഫ്ലേവർ തന്നെ കിട്ടും ഈ മസാല വറുത്തിട്ട് നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇത് നല്ലൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. അതുവരെ ബൈ ഫ്രം ജിബിൻ.